Audio Jungle. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് മീൻ കറിയുടെ റെസിപ്പിയാണ്. മീൻ കറി ഞാൻ 3-4 റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് മീൻ അവിയൽ വയ്ക്കുന്ന രീതിയാണ്, തേങ്ങ അരച്ച് മീൻ അവിയൽ വയ്ക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ മുരള് മീനാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് മുള്ളുള്ള മീനാണ്. അപ്പോൾ ഇത് നമ്മൾ കറിയായിട്ട് വെക്കില്ല, അവിയൽ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത്. ഒരു 6 മീനാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അളവ് ഒരു ചെറിയ അളവിലാണ് കാണിക്കുന്നത്. ഒരു വലിയ തേങ്ങയുടെ പകുതി ചിരകിയെടുക്കുക. അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എരിവ് കുറഞ്ഞ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കളറും കൂടെ കിട്ടുന്ന രീതിയിലുള്ള മുളക് പൊടിയാണ്. അതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂണിനേക്കാൾ കുറച്ച് അളവിൽ, ഒരു ചെറിയ അളവിൽ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 ചെറിയ പീസ് ഉള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിപ്പിന് ആവശ്യമായ പുളി, അതിന് വേണ്ടി ഞാൻ ഒരു ചെറിയ പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പുളിഞ്ചിക്കയോ ടൊമാറ്റോയൊക്കെ ചേർക്കുകയാണെങ്കിൽ പുളിയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. ഒരു 2 ഇതൾ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ എരിവില്ലാത്ത വലിയ പച്ചമുളകുണ്ട്, ഇതുപോലത്തെ പച്ചമുളക്, അതൊരു 2 എടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളി വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞ് ചേർക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് നമ്മൾ നല്ലതുപോലെ അടിച്ച് നല്ല അരച്ച് കുഴമ്പ് രൂപത്തിലാക്കില്ല, ചെറിയ ഒരു പകുതി രൂപത്തിലേ അരച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ മീൻ അവിയലാണ് വെക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അരച്ചാൽ മതിയാകും. അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരു അര ഗ്ലാസ്സിന് അടുപ്പിച്ച് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കാനിട്ടിട്ടുണ്ട്. ഒരു 2-3 സ്റ്റെപ്പ് ഒന്ന് അടിച്ചാൽ ഉടനെ തന്നെ നിർത്തുക. ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതായത് ഇത്രയും മതിയാകും. ഇതിലിപ്പോൾ തേങ്ങ കൊത്തായിട്ടൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ അരയ്ക്കാൻ ഇട്ടുന്ന സമയം മുളകും കറിവേപ്പിലയും മാറ്റിയിട്ടാണ് അരയ്ക്കാൻ ഇട്ടത്. ഇനി ഇത് നല്ലതുപോലെ അരഞ്ഞെടുക്കാതെ ഒരു ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതിയാകും. ഒരു സ്റ്റെപ്പ് ഇതുപോലെ അടിച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഒരു മൺചട്ടിയിലോട്ടാണ് ഇനി ഇത് വെക്കുന്നത്. ഈ മീനിൻ്റെ തേങ്ങ അരച്ച ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഈ മൺചട്ടിയിലൊക്കെ വെക്കുന്നതിന് പ്രത്യേകിച്ച് ഒരു കാരണമെന്ന് പറയുന്നത്, നമ്മളിപ്പോൾ അലുമിനിയം പോലുള്ള പാത്രങ്ങളിലൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ സൈഡൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ തന്നെ മെയിനായിട്ട് അതൊക്കെ ചീത്തയായി വേറൊരു ഇതിലൊക്കെ ഇരിക്കുന്നതാണ്. ഇതാകുമ്പോൾ നമുക്ക് കഴുകാൻ ഏറ്റവും എളുപ്പം ഇതിലാണ്. എത്രയായാലും ഇത് മൺചട്ടിയും കൂടെ ഉണ്ട്, ടേസ്റ്റ് കൂടെയുള്ളൂ, കുറയേയില്ല. അപ്പോൾ നമ്മൾ കൂടുതലും മീൻകറി വെക്കുന്നത് ഇതുപോലുള്ള പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളൊരു അവിയൽ വേഗം തയ്യാറാക്കിയെടുക്കുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയലാണ് തയ്യാറാക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടാൻ പാടില്ല. അപ്പോൾ കുറച്ച് അളവിൽ വേണം ഇത് ചെയ്തെടുക്കാൻ. മീൻ അത് നല്ല വേഗം വെന്ത് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ അതിപ്പോൾ ഇതുപോലെ കണ്ട് പച്ചമുളകൊക്കെ ഇതേപോലെ ചെറിയ പീസുകളാക്കി കിടപ്പുണ്ട്. നല്ല അരഞ്ഞു പോകാതെ നോക്കുക. അടുപ്പ് ഓണാക്കി അതേ ഫ്ലെയിം കുറച്ച് കൂട്ടി തന്നെ നമുക്കിതൊന്ന് തിളച്ച് കിട്ടണം ഫസ്റ്റ്. അപ്പോൾ അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ വെന്ത് കിട്ടുമ്പോൾ ഈ മുളക് പൊടിയുടെ കളറൊക്കെ കുറച്ചുകൂടെ ആയി കിട്ടുന്നതായിരിക്കും. ഇതിപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ടൊമാറ്റോയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ടൊമാറ്റോ വേണ്ട, പുളിഞ്ചിക്കയൊക്കെ വേണമെങ്കിൽ മാങ്ങയൊക്കെ വേണമെങ്കിൽ അതും ചേർക്കാവുന്നതാണ്. അപ്പോൾ പുളിപ്പ് ഒന്ന് നോക്കി വേണം ചേർക്കാൻ. അപ്പോൾ ഇതൊരു ടൊമാറ്റോ കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം ചേർക്കുന്നത്. മീൻ ഇപ്പോൾ ചേർക്കില്ല. ഇതിപ്പോൾ തിളച്ചത് കാരണം നമുക്ക് ഇനി മീൻ ഉടനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ മീൻ ചേർക്കരുത്, തിളയ്ക്കുന്നതിന് മുന്നേ മീൻ ചേർക്കരുത്. അപ്പം മീനിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ അങ്ങ് മുന്നിട്ട് നിൽക്കും. അതുപോലെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ കുറച്ച് വലിയ പീസാക്കിയാണ് ഞാൻ മീൻ കട്ട് ചെയ്തിരിക്കുന്നത്. അത് കാരണം മുള്ളുള്ള മീനാണ്. ഇത് നമ്മൾ മുരള് മീനെന്നാണ് പറയുന്നത്. ഇത് മുള്ളുള്ള മീനായതുകൊണ്ട് കുറച്ച് വലിപ്പം കൂട്ടി വേണം കട്ട് ചെയ്തിടാൻ. ഇതുപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മീൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മീൻ ചെറിയ അളവിൽ തന്നെയാണ് കാണിക്കുന്നത്. ഇതൊരു ചെറിയൊരു മൺചട്ടിയും കൂടെയാണ്. അപ്പോൾ ഇതിനെ ഞാൻ ഇതുപോലെ പകുതി ഭാഗം 3/4 ഭാഗം രീതിയിലൊക്കെ അടപ്പുകൊണ്ട് അടച്ചു കൊടുക്കുക. ഒന്ന് നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്, വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഈ സമയം നമുക്ക് ചെറിയ രീതിയിലൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. തീ കൂട്ടി തന്നെ വയ്ക്കുക.
അതായത് ഇതിൽ നമുക്ക് വേഗം ടൊമാറ്റോ എല്ലാം ഇട്ടിട്ടുള്ളൂ, അല്ല മുരിങ്ങയ്ക്ക അതുപോലുള്ളതൊക്കെ ആണെങ്കിൽ ഈ അവിയൽ മീനിൽ ഇടില്ല, ഈ മീനിലില്ല. ഇത് പൊടിഞ്ഞു പോകും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനാണ്. വേഗം പൊടിഞ്ഞു പോകുന്ന മീനിൽ ഞാൻ സാധാരണ മുരിങ്ങയ്ക്ക അതുപോലുള്ളതൊന്നും ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് ടൊമാറ്റോ മാത്രമായതുകൊണ്ട് ഇത് വേഗം തന്നെ വെന്തും കിട്ടും. അതുകൊണ്ട് നമ്മൾ അരപ്പൊക്കെ കുറച്ച് പിന്നെ വെള്ളമൊക്കെ കുറച്ച് വേണം ഈ മീൻകറി തയ്യാറാക്കി എടുക്കാൻ. അതായത് ഇപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്, നല്ലൊരു മണമൊക്കെ വരണുണ്ട്. നമ്മുടെ നല്ല അടിപൊളി മീൻ അവിയൽ തയ്യാറായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം തീ കൂട്ടി തന്നെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ എണ്ണയൊക്കെ, തേങ്ങയുടെ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. മീൻകറി എന്തായാലും തയ്യാറായിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ മതിയാവും, വേഗം തയ്യാറായും കിട്ടും. ഇപ്പോൾ ഇത് ഏതാണ്ട് തയ്യാറായിട്ടുണ്ട്. ഞാൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഓഫാക്കി എടുത്ത് പുറത്ത് വെച്ചിട്ടാണ് ഇത് കാണിക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോൾ ഇത് കുറച്ച് സമയം കൂടെ ഇതിലിട്ടിരുന്ന് ഇതുപോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ വേറെ ഏത് പാത്രത്തിലായിരുന്നാലും ഇതുപോലെ ഇരുന്ന് തിളക്കില്ല, മൺചട്ടി ആകുമ്പോൾ ഇതങ്ങനെയാണ്. അപ്പോൾ കുറച്ച് സമയം കൂടെ ഇതിൻ്റെ ചൂട് നിൽക്കും. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടിട്ടുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതുതായിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാനാണ്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ കുറുകിയ ചാറും നല്ല ടേസ്റ്റ് ആയിട്ട്, നല്ല കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.